നമുക്ക് നല്ല അടിക്കാട് എവർഗ്രീൻ ഫോറസ്റ്റ് എന്ന് ഒരു എവർഗ്രീൻ ഫോറസ്റ്റ് എന്ന് ഒരു കുറേ മരങ്ങൾ നിൽക്കുന്നത് മാത്രമല്ല അടിക്കാട്, അതിൻ്റെ മുകളിൽ ശിഖരങ്ങൾക്ക് മുകളിൽ വള്ളിപ്പടർപ്പ്, അതിൻ്റെ മുകളിൽ അടുത്ത തട്ട്, അങ്ങനെ പോകുന്നതാണ് എവർഗ്രീൻ ഫോറസ്റ്റ് എന്നത്. വെയിൽ താഴേക്ക് വരാത്തത്. ഇപ്പോൾ നോക്കൂ, വെയിൽ താഴേക്ക് വരാത്തതാണ്. ഇപ്പോൾ ഇനിയിപ്പോൾ ഇത് നല്ല കാടാണ്. നമുക്ക് എന്തായാലും ഇതിലേ കൂടി അകത്തേക്ക് പോകാൻ കഴിയില്ല. കാരണം നല്ല ഒരു വള്ളിപ്പടർപ്പ്, നല്ല ഇങ്ങനെ ശിഖരങ്ങൾ തമ്മിൽ ഇങ്ങനെ പെനഞ്ഞു വയ്ക്കുന്നൊരു സ്ഥലമാണ്. എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം. ചിലപ്പോൾ എന്തെങ്കിലും ചെറിയ അതിഥികളെല്ലാം അവിടെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. നമ്മൾ സഞ്ചരിക്കുന്ന വഴിയിൽ നോക്കൂ, ഈ കഴിഞ്ഞ രാത്രിയിലെങ്ങാനും എൻ്റെ കാൽപ്പാട്, കഴിഞ്ഞ ഇന്നലെയോ അതിന് മുന്നേ ഉള്ള രാത്രിയിൽ കാട്ടുപോത്ത് സഞ്ചരിക്കുന്നു. മാത്രം ഇവിടെ നമുക്കിവിടെ കാണാൻ കഴിഞ്ഞൊരു കാര്യം, ഈ ചപ്പ് കാലുകൊണ്ട് ചീണ്ടി മാറ്റിയിട്ടിരിക്കുന്നു. കാരണം കാട്ടുകോഴി ഒത്തിരിയുള്ള സ്ഥലം, അവിടെ ഈർപ്പമുള്ളതാകുമ്പോൾ ഇവിടെ ഈ വിരയൊക്കെ ഉണ്ടാകും. ആ വിരയെ പിടിക്കാനേ വന്നിട്ട് കാട്ടുകോഴികൾ ഇവിടെയൊക്കെ വന്ന് കാലുകൊണ്ട് ചപ്പ് മാറ്റിയിരിക്കുന്നു. പക്ഷേ അത് മാത്രമല്ല, ഇപ്പോൾ ഇനി അങ്ങോട്ട് കാട്ടുകോഴികളുടെ മുട്ട ഇടുന്ന സമയമാണ്. ഇപ്പോൾ ഇവിടെ നമ്മൾ തേടിക്കഴിഞ്ഞാൽ നമുക്ക് കാട്ടുകോഴിയുടെ മുട്ട എവിടെയും കാണാം. പക്ഷേ അത് ഉള്ളിലേക്ക് നമുക്ക് പോകാൻ കഴിയില്ല. അടിക്കാടിൻ്റെ ഉള്ളിലേക്ക്. ഇപ്പോൾ നമ്മൾ സഞ്ചാര വഴിക്ക് സൈഡിലായതുകൊണ്ട് നമ്മളിപ്പോൾ ഇവിടെ കയറി നോക്കിയത്, ഉള്ളിലേക്ക് പോകാൻ കഴിയില്ല. അപ്പോൾ നമുക്ക് എന്തായാലും സമയം കളയേണ്ട. ഇനിയും അടുത്ത് ഇപ്പോൾ അതിഥികളെ നമുക്ക് കാണാൻ കഴിയും. നമുക്ക് അതിഥികൾ ആരെങ്കിലും ഉണ്ടോ നമുക്ക് നോക്കാം. നമുക്ക് അങ്ങോട്ടൊന്ന് സഞ്ചരിക്കാം. അടുത്ത സ്ഥലത്തേക്ക് നോക്കാം. നമുക്ക് അതിഥികൾ പുതിയതായിട്ട് ആരെങ്കിലും ഉണ്ടോ. നമുക്ക് കാണാം ഇവിടെയൊക്കെ ഇത് മുഴുവനും നമ്മുടെ തിങ്ങിയ കാട്ടിൽ നമുക്ക് കാണാൻ പറ്റും. ഒരു ഏരിയയാണ്. വലിയ ഏരിയ വെച്ചാൽ ഇത് നമുക്ക് കാണുമ്പോൾ ഒരു കുറേ സ്ഥലം നല്ല മരമില്ലാങ്കിൽ അതൊരു പാറയാണ്. ഈ കാണുന്നൊരു വലിയ പാറയാണ്. ഈ പാറയ്ക്ക് ചുറ്റും നല്ല ഒത്തിരി പഴക്കമുള്ള വനത്തിനകത്ത് നിൽക്കുന്ന എല്ലാ മരങ്ങളും നമുക്ക് കാണാൻ കഴിയും. എന്തൊക്കെ മരങ്ങൾ നമുക്ക് പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇതിൻ്റെ പേരൊന്നും നമുക്ക് പഠിച്ചെടുക്കാൻ കഴിയില്ല. അതുപോലെ നമ്മളിപ്പോൾ ഈ സഞ്ചരിക്കുന്ന വഴി തന്നെ നമുക്കാണ് ഒരു നീരുറവ, വെള്ളത്തിൻ്റെ ഒരു ഉറവ. ഇത് എനിക്ക് തോന്നുന്നത് നമുക്കിപ്പോൾ നമുക്ക് കൈ കഴുകാനായിട്ട് ഇന്ന് ഈ കൈ കഴുകാനായിട്ട് ഒക്കെ നല്ല തണുപ്പ് ഒത്തിട്ട് നല്ല ഈ ചൂടിൽ ഇത്രയും നല്ല തണുപ്പ്, ഐസ് പോലെ. അതുമാത്രമല്ല, എനിക്ക് തോന്നുന്നത് നമുക്കിവിടെയൊക്കെ കാൽപ്പാട് നമുക്ക് കാണാൻ പറ്റും. ഇവിടെയൊക്കെ കാൽപ്പാട്, ഇതുവഴിയൊക്കെ മൃഗങ്ങൾ ഇറങ്ങി വന്ന് വെള്ളം കുടിക്കുന്നതും ഇവിടെ ഒരിക്കലും വെള്ളം വറ്റും, എത്ര വേനൽ വന്നാലും വെള്ളം വറ്റും തോന്നുന്നില്ല നമുക്ക് ഇവിടെ. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇതിപ്പോൾ നമുക്ക് ഈ കൊളയട്ടയുടെ സാന്നിധ്യം ഇല്ല എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. നോക്കൂ, കൊളയട്ട ലീച്ച് നമ്മുടെ ചോര കുടിക്കുന്ന സാധനം ഉണ്ട്. നമ്മളിപ്പോൾ വെയിലായതുകൊണ്ട് അതില്ല എന്നാണ് പ്രതീക്ഷിച്ചത്. വെള്ളത്തിൽ പോയി അധികം ചോര കുടിച്ച് തുടങ്ങിയില്ല. അപ്പോൾ അതേ നമ്മൾ തട്ടി കളഞ്ഞു. നമുക്ക് എന്തായാലും ഇനിയും നോക്കാം നമ്മുടെ ഈ അടുത്ത ഭാഗത്തെങ്ങാനും അതിഥി ഉണ്ടോ എന്ന്. കാണാൻ നോക്കൂ, ഇവിടെ എല്ലാം ഒത്തിരി കുറച്ച് പഴക്കമുള്ള ആനപ്പിണ്ടം നമുക്ക് കാണാൻ പറ്റും. ഇവിടെ മുഴുവനും ആനയുടെയും കാട്ടുപോത്തിൻ്റെയും ഒക്കെ ഒരു എന്താ പറയുക, അവിടെ സ്ഥിരം നൈറ്റിലൊക്കെ അവർ വരാറുണ്ടെന്ന്. ആനയുടെ കാൽപ്പാട്, കാട്ടുപോത്തിൻ്റെ കാൽപ്പാട്, മ്ലാവിൻ്റെ കാൽപ്പാട്, പന്നിയുടെ കാൽപ്പാടൊക്കെ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഈ വെള്ളത്തിൻ്റെ ഉറവ ഇവിടെ ഉള്ളതുകൊണ്ട് മിക്കവാറും രാത്രി കാലങ്ങളിലൊക്കെ ഇവിടെ നമ്മൾ വന്നു കഴിഞ്ഞാൽ ആനിമൽസിനെ കാണാൻ കഴിയും. പക്ഷേ നമ്മൾ ആനിമൽസിനെ കാണാൻ വേണ്ടി ഇവിടെ വരുന്നത് അപകടമായി മാറും. എന്ന് വെച്ചാൽ അർദ്ധരാത്രി നമുക്ക് ഇവിടെ വരാനുള്ള വഴിയും ദുർഘടമാണ്. അതുപോലെ വരുന്നത് അപകടമാണ്. നമ്മുടെ തട്ടുകളും മുട്ടലും കേൾക്കുമ്പോൾ പതുങ്ങി നമ്മൾ അറിയാതെ അവരുടെ മുന്നിൽ വന്ന് പെടുകയും അതിന് നമുക്ക് നമ്മുടെ കൂടെ വരുന്നവർക്കൊക്കെ ജീവൻ അപകടം ഉണ്ടാവുകയും ചെയ്യുന്നത്. നമുക്ക് നോക്കാം ഇനി ഏതെങ്കിലും ഒരു അതിഥി ഈ മേഖലയിൽ ഉണ്ടോ എന്ന്.
എന്തോ ഒരു പാമ്പിൻ്റെ, അതായത് പെരുമ്പാമ്പാണോന്നൊന്നും എനിക്കറിയില്ല, എന്തോ ഒരു പാമ്പ് ഇഴഞ്ഞു പോയി നമ്മൾ കാണുന്നുണ്ട്. ഈ കരിയില ഇല മാറി ചപ്പ് മാറി ഇങ്ങനെ നമുക്ക് നോക്കാം. ചിലപ്പോൾ പെരുമ്പാമ്പായിരിക്കാം. ഇവിടെ പെരുമ്പാമ്പിൻ്റെ സാധ്യതയുണ്ട്. പെരുമ്പാമ്പാണെന്ന് നമുക്ക് പക്ഷെ നല്ല സൈസിൽ നമുക്ക് നല്ല വണ്ണം ഉള്ള ഏതോ ഒരു പാമ്പാണ്. നല്ല നമുക്ക് കാണാം ഈ കരിയില ഇങ്ങനെ മാറി കിടക്കണം. ഇപ്പോൾ എനിക്ക് നേരത്തെ ഒരു സംശയമുണ്ട്. നമ്മൾ വെള്ളം ഉറവയിൽ പോയി നോക്കിയപ്പോൾ ഉറവയിൽ നിന്ന് എന്തോ ഒരു പാമ്പ് പെരുമ്പാമ്പ് അങ്ങനെ എന്തോ സാധനം വെള്ളം കുടിച്ചിട്ട് ഇങ്ങനെ ഇഴഞ്ഞു പോകുന്നതായിട്ട് നമുക്ക് തോന്നി. എന്തായാലും നമുക്ക് കുറച്ചുകൂടി ഉള്ളിലേക്ക് പോയാൽ അതിഥി ഇവിടെ എവിടെയെങ്കിലും കാണുമെന്ന് കാരണം അദ്ദേഹത്തിൻ്റെ ആ വെള്ളത്തിൻ്റെ ഉറവയിൽ നിന്ന് ഇഴഞ്ഞു വന്ന പാടും ഇവിടെ നിന്ന് മുഴുവൻ നോക്കുമ്പോൾ ഒരു ചെറിയ നനവിൻ്റെ ആയിട്ട് തോന്നുന്നു. നമുക്ക് നോക്കാം അതിഥി ആരാ. ഇല ഉണങ്ങിയത് എന്തോ പോകുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട്. ഇലയിൽ കൂടി എന്തോ മൂവ് ചെയ്യുന്ന സൗണ്ട് ഇലയിൽ, ഉണങ്ങിയ ഇലയിൽ. ഇപ്പോൾ എനിക്ക് തോന്നുന്നു എന്തോ എഴുതി പോയാലും നമ്മളെല്ലാവരുടെ കാലിൻ്റെ തട്ട് വൈബ്രേഷൻ. ഇവിടെ എന്തോ കിടന്ന ജീവി പാമ്പാണോ പെരുമ്പാമ്പാണോ രാജവെമ്പാണോ മൂർക്കണോ അല്ലെങ്കിൽ നന്നായിട്ട് കരിയിലിൽ കൂടി എഴുതി പോകുന്നു. കേൾക്കാൻ ചെവി ഓർത്താൽ കേൾക്കാൻ പറ്റും. നോക്കാം. ഞാൻ പറഞ്ഞില്ലേ അത്ര വലുതല്ലാത്തൊരു ഇടത്തരം ഒരു 10-12 നീളമുള്ള രാജവം. Name King Cobra. Kingdom Animalia. Phylum Chordata. Class Reptalia. Family Elapidae. Genus Ophioophagus. Species Ohanna. രാജവെമ്പാല. പേരുപോലെ തന്നെ രൂപത്തിലും ഭാവത്തിലും മറ്റു പാമ്പുകളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന വർഗമാണ് രാജവെമ്പാല, കിങ് കോബ്ര. രാജവെമ്പാലകൾ മനുഷ്യ മനസ്സുകളിൽ എന്നും ഒരു പേടിസ്വപ്നം തന്നെയാണ്. ഇവയുടെ കടിയേറ്റാൽ മരണം ഉറപ്പു തന്നെ. ഇവയുടെ വെനം മനുഷ്യന്റെ നാഡീവ്യൂഹത്തെയാണ് ബാധിക്കുന്നത്. രാജനാഗം, കൃഷ്ണനാഗം, കരിനാഗം, ശംഖുമാല എന്നീ പല പേരുകളിൽ ഇവയെ അറിയപ്പെടുന്നു. മൂർഖൻ പാമ്പുകളുടെ വർഗത്തിൽപ്പെട്ടവയാണ് ഇവയെങ്കിലും മൂർഖനിൽ നിന്ന് വ്യത്യസ്തമായ ഘടനാരീതിയാണ് ഇവയ്ക്കുള്ളത്. ഫണം മൂർഖൻ പാമ്പുകളെപ്പോലെ വട്ടത്തിൽ ആയിരിക്കുകയില്ല, അല്പം നീണ്ടാണ് കാണപ്പെടുന്നത്. ഇവയുടെ അടിഭാഗം ഇളം മഞ്ഞയും കറുപ്പും നിറത്തിലുള്ള അകലമുള്ള പട്ടകളായിട്ടായിരിക്കും. ഫണം ഉയർത്തി നിൽക്കുമ്പോൾ ഇവ ദൃശ്യമാണ്. മുതുകിൽ കറുപ്പ് നിറത്തിലുള്ള ചിത്രപ്പണികളോടുകൂടിയ അകലം കൂടിയ പട്ടകളും കാണാം. ഇവയുടെ വായ സാധാരണ തലയോളം വിസ്തീർണം ഉണ്ടായിരിക്കും. അതിനോട് ചേർന്ന് വട്ടത്തിൽ കൃഷ്ണമണികൾ തിളങ്ങുന്നത് കണ്ണുകളിൽ കാണാം. ശരീരത്തിലെ ചെതുമ്പലുകൾ മിനുസമുള്ളതായിരിക്കും. ഇന്ത്യയിൽ സാധാരണയായി രാജവെമ്പാലകൾ വസിക്കുന്നത് കേരളം, തമിഴ്നാട്, കർണാടക, ഒറീസ, അസം എന്നീ സംസ്ഥാനങ്ങളിലെ വനപ്രദേശങ്ങളിലാണ്. യാതൊരു പ്രകോപനവും കൂടാതെ പെട്ടെന്ന് കോപം കാണിക്കുന്ന സ്വഭാവക്കാരനാണ് ഇവ. ഈർപ്പവും തണുപ്പും ഏറെ ഇഷ്ടപ്പെടുന്ന ഇവ വസിക്കുന്നതിനായി നിത്യഹരിതമായ വനപ്രദേശമാണ് തിരഞ്ഞെടുക്കുന്നത്. മനുഷ്യവാസമുള്ള സ്ഥലങ്ങൾ ഇവയ്ക്ക് തീരെ ഇഷ്ടപ്പെടുകയില്ല. എന്നാൽ ചില സാഹചര്യങ്ങളിൽ ഇവ നാട്ടിൻ പ്രദേശങ്ങളിലും എത്തിപ്പെടാറുണ്ട്. വയനാട്ടിൽ തേയില, കാപ്പിത്തോട്ടങ്ങളിൽ ഇവ ധാരാളമായി കണ്ടുവരുന്നു. ഇവയുടെ സഞ്ചാരം മിക്കപ്പോഴും പകൽ സമയത്താണ്. തന്റെ വെനം കൊണ്ട് കുത്തിവെച്ച് കൊന്നതിനു ശേഷം മാത്രമേ ഇവ ഇരയെ ഭക്ഷിക്കാറുള്ളൂ. മറ്റു പാമ്പുകളിൽ നിന്ന് വ്യത്യസ്തമായാണ് ഇവയുടെ കൂടുനിർമ്മാണം. സാധാരണ പാമ്പുകൾ ഒഴിഞ്ഞ മാളങ്ങളാണ് തെരഞ്ഞെടുക്കുന്നത്. എന്നാൽ ഇവ കരിയില, ഇലകൾ, ചുള്ളിക്കമ്പുകൾ എന്നിവ കൊണ്ട് സ്വന്തമായി കൂട് നിർമ്മിച്ച് അതിലാണ് മുട്ടയിടുന്നതും വിരിയിക്കുന്നതും. സാധാരണ ഇവയുടെ കൂടിന് ഒരടിയോളം ഉയരവും ഉണ്ടാകും. ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിലാണ് ഇണചേരൽ. ഒരു ആഴ്ചക്കാലയളവിൽ 50ഓളം മുട്ടകൾ ഇടാറുണ്ട്. ഏകദേശം 45 മുതൽ 60 ദിവസം വരെയുള്ള കാത്തിരിപ്പിന് ശേഷമാണ് മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ പുറത്തുവരുന്നത്. ജനനത്തിൽ തന്നെ കുട്ടികൾക്ക് 2 അടിയോളം വളർച്ചയുണ്ടാകും. ഇവയുടെ കടിയേറ്റാൽ മരണം ഉറപ്പാണ്.
കാരണം ഒറ്റ കടിയിൽ തന്നെ മറ്റു പാമ്പുകളിൽ കാണുന്ന വെനത്തിന്റെ 10 മടങ്ങാണ് ഇവയിൽ കണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ ഇവയുടെ കടിയേറ്റാൽ പെട്ടെന്ന് ബോധക്ഷയവും മരണവും സംഭവിക്കുന്നു. ഒരു ആനയെപ്പോലും രാജവെമ്പാലയ്ക്ക് കൊല്ലാൻ കഴിയും. ഇവയുടെ കടിയേറ്റ സംഭവങ്ങൾ വളരെ കുറവാണ്. കാരണം മനുഷ്യവാസ കേന്ദ്രങ്ങളിൽ ഇവ സാധാരണയായി എത്തിപ്പെടാറില്ല എന്നതുതന്നെ. കാടിന്റെ മനോഹാരിതയിൽ വാവ സുരേഷും രാജവെമ്പാലയും തമ്മിലുള്ള സാഹസിക കാഴ്ചകൾക്കായി അടുത്ത എപ്പിസോഡ് വരെ കാത്തിരിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും ഞങ്ങളെ അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം: ടു ദ പ്രൊഡ്യൂസർ, സ്നേക് മാസ്റ്റർ, കൗമുദി TV, കൗമുദി ബിൽഡിംഗ്സ്, പേട്ട, തിരുവനന്തപുരം. ഇമെയിൽ: kaumuditv@gmail.com. പാമ്പുകളെ കണ്ടാൽ നിങ്ങൾ വാവ സുരേഷിനെ വിളിക്കുക. വിളിക്കേണ്ട നമ്പർ 9387974441.